ഹലോ രജിത. രജിത എപ്പോഴാ ധ്യാനം ചെയ്യാൻ തുടങ്ങിയത്? ധ്യാനം ചെയ്യാൻ തുടങ്ങിയപ്പോൾ രജിതയ്ക്ക് എന്ത് മനസ്സിലായി? ഒരു വർഷമായി ധ്യാനം ചെയ്യാൻ തുടങ്ങിയിട്ട്. ഈ കർമ്മ സിദ്ധാന്തത്തിനെ കുറിച്ചിട്ട് അറിയണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ചെറുപ്പം മുതലേ ഇങ്ങനെ ഇതിനെ കുറിച്ച് അന്വേഷിക്കാറുണ്ട്. അപ്പൊ പല സ്ഥലത്തുനിന്ന് ഇങ്ങനെ ഈ ഭാഗവതം ഒക്കെ കേൾക്കുമ്പം മുൻജന്മത്തിൽ നമ്മൾ ചെയ്തതാണെന്ന് മാത്രമേ പറഞ്ഞു കേട്ടിട്ടുള്ളൂ. അപ്പൊ ഇത് ഏത് കർമ്മം ചെയ്തിട്ടാണ് ഇത്തരം അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നത് ഇങ്ങനെ ആലോചിക്കാറുണ്ടായിരുന്നു. അപ്പൊ അതിനുള്ള വ്യക്തമായ ഉത്തരം ഈ ചാനലിൽ എത്തിപ്പെട്ടതിന് ശേഷം കിട്ടി. കർമ്മ സിദ്ധാന്തം എന്താണ്, ഏതേത് കർമ്മങ്ങൾ ചെയ്യുമ്പോഴാണ് ഞങ്ങളെ റിസൾട്ടുകൾ വരുന്നത് എന്നുള്ളത് മനസ്സിലായി. പിന്നെ എല്ലാം ക്ഷമിക്കാനും പൊറുക്കാനും ഒക്കെ പഠിച്ച് അതൊക്കെ കഴിഞ്ഞ് അപ്പൊ താനെ വന്ന് ചേർന്ന്. ധ്യാനം എത്ര സമയം ചെയ്യും? ആദ്യമൊക്കെ കുറെ ടൈം 8 മണിക്കൂർ 7 മണിക്കൂറൊക്കെ ചെയ്യായിരുന്നു. ഇപ്പൊ കുറച്ചൊന്ന് കുറഞ്ഞു 3 മണിക്കൂറായി. 3 മണിക്കൂറായി കൂട്ടണം. അപ്പോ അന്ന് അത്രയും 7-8 മണിക്കൂറൊക്കെ ചെയ്യുമ്പോ എന്തെങ്കിലും ശരീരത്തിലെ അനാരോഗ്യങ്ങള് ക്ലിയർ ആയോ? അങ്ങനെ അനാരോഗ്യങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഒന്നുമില്ല. പിന്നെ എന്താ മനസ്സിലായി അത്രയും മണിക്കൂർ ചെയ്യുമ്പോ? ക്ഷമ വന്നു. ക്ഷമ അധികം ഇല്ലാന്നല്ല, പക്ഷെ എല്ലാരും ഇങ്ങനെ ദ്രോഹങ്ങളൊക്കെ ചെയ്യുമ്പോ നമുക്ക് പെട്ടെന്ന് അവരോട് ഒരു ദേഷ്യമൊക്കെ തോന്നും, ഒരു പകയൊക്കെ തോന്നാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അതൊന്നുമില്ല. എല്ലാം ക്ഷമിക്കാൻ സഹിച്ച് അങ്ങനെ പറ്റി. അതെ, എല്ലാത്തിനും അംഗീകരിക്കാൻ പറ്റി 7-8 മണിക്കൂർ ധ്യാനം ചെയ്തപ്പോ. അപ്പൊ ആ സ്ഥിതിയിൽ നിന്ന് ഉയർന്നു. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഇനി 3 മണിക്കൂർ ചെയ്താലും നോ പ്രോബ്ലം. ഇപ്പൊ ഈ ധ്യാനം ഇങ്ങനെ തുടരുമ്പോ എന്താ തോന്നണേ? ശാന്തത. ഇത് വന്നാലും എല്ലാം നമുക്ക് ഈ പ്രകൃതി ശക്തി നമ്മളെ കൂടെ ഉണ്ട് എന്നുള്ള തിരിച്ചറിവുണ്ടായി അല്ലേ? സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുണ്ടോ? ഓക്കെ. അപ്പൊ ഈ ധ്യാനം എല്ലാവർക്കും പറഞ്ഞു കൊടുക്കൂ അല്ലെ? ഇപ്പൊ ഇയാൾ അനുഭവിച്ച ഈ ശാന്തി എല്ലാവർക്കും കിട്ടണ്ടേ ബേബി? അപ്പൊ അതുകൊണ്ട് ഈ ഒരു കൊച്ചു വീഡിയോ ഒരുപാട് പേരുടെ ജീവിതത്തിൽ മാറ്റം വരുത്തട്ടെ. പിന്നെ പ്യൂർ വെജിറ്റേറിയൻ അല്ലേ? ഓ, അപ്പൊ പിന്നെ ധ്യാനം ഈസി ആയിട്ടുണ്ടാവും. ഓരോന്ന് പറഞ്ഞപ്പോ പിന്നെ വീണ്ടും ഇങ്ങനെ കഴിക്കാൻ തുടങ്ങി. വീണ്ടും അത് നിർത്തി. അതെ, അതായത് ഇത് കഴിച്ചില്ലെങ്കിൽ പ്രോട്ടീൻ കിട്ടില്ല എന്നൊക്കെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ? തീരെ മെലിഞ്ഞിട്ടായിരുന്നു. അപ്പൊ ഇതൊന്നും കഴിക്കുന്നില്ല എന്നും കൂടി കേൾക്കുമ്പോ അല്ല അത് തന്നെയാണ് ഇങ്ങനെ നിക്കണെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാരും ഇങ്ങനെ പറയുന്നു. അപ്പൊ സത്യം പൂർണ്ണമായും തിരിച്ചറിഞ്ഞു. വന്നപ്പോ ഇങ്ങനെ സത്യസായി ഭജനയ്ക്ക് പോകുന്നുണ്ടായിരുന്നു ചെറുപ്പത്തിൽ. അപ്പൊ അവരൊക്കെ അവിടെയൊക്കെ വെജിറ്റേറിയൻ ആണ്. വെജിറ്റേറിയൻ ആയതാണ്. പിന്നെ ഇങ്ങനെ ഓരോരുത്തർ പറഞ്ഞ് മായയിൽ പെട്ട് തിന്നാൻ തുടങ്ങി. ഇഷ്ടല്ലാതെ തിന്നാൻ തുടങ്ങി. മത്സ്യം മാത്രം. അതെ. അത് ഒഴിവാക്കിയപ്പോ പൂർണ്ണ വെജിറ്റേറിയൻ ആയി. അതായത് പവിത്രമായ തിരിച്ചറിവോടുകൂടി വേണം നമ്മൾ മാറ്റം കൊണ്ടുവരാൻ. ആരെങ്കിലും പറഞ്ഞത് കേട്ട് തുടങ്ങാനും പാടില്ല, നിർത്താനും പാടില്ല. ഇനിയിപ്പോ ആരെങ്കിലും പറഞ്ഞ കഴിക്കോ? അതാണ് തിരിച്ചറിവ് അല്ലെ? പരിപൂർണമായിട്ടുള്ള നോളജ് കിട്ടി നമുക്ക് എന്താണ് ജീവഹിംസയിലൂടെ സംഭവിക്കുന്നത് എന്നുള്ളത്. അപ്പോ അത് മനസ്സിലായി. അപ്പോ എല്ലാവരോടും പറയൂ, ധ്യാനം ചെയ്യാനും പ്യൂർ വെജിറ്റേറിയൻ ആവാനും പറയൂ. വെജിറ്റേറിയൻ ആയിട്ട് എല്ലാവരും ധ്യാനം ചെയ്യണം. നമുക്ക് സത്യത്തിനെ തിരിച്ചറിയാൻ സാധിക്കും. താങ്ക് യു ബേബി, താങ്ക് യു.